555 ഏഞ്ചൽ ടാറോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് ഡിസ്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഡിസ്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പണ്ടത്തെ പോലെ വീഡിയോയിൽ ഡിസ്കൗണ്ടിന്റെ ചാർട്ടൊന്നും കാണിക്കുന്നില്ല. അത് യൂട്യൂബ് ചെയ്താൽ അത് ശരിയാകില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഡിസ്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പേഴ്സണൽ റീഡിംഗ് ഡിസ്കൗണ്ട് റേറ്റിൽ വേണ്ട ആൾക്കാർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും. അപ്പോൾ താല്പര്യമുള്ളവർക്ക് വരാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. 3 ദിവസത്തിനുള്ളിൽ ഈ റീഡിംഗ് നിങ്ങൾ കാണുവാൻ ഇടയായാൽ ശത്രുക്ഷയം സംഭവിക്കുകയും ഈ വ്യക്തി നിങ്ങളോട് മിണ്ടാതെ ആയതിനുള്ള കാരണങ്ങളും ഈ റീഡിങ്ങിലൂടെ നിങ്ങൾക്ക് അറിയുവാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു കാര്യമാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു മാനിഫെസ്റ്റേഷൻ റീഡിങ്ങും കൂടിയാണ്. ഇപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉറപ്പായിട്ടും ശത്രുക്കൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, ഉറപ്പായിട്ടും നെഗറ്റീവായിട്ടുള്ള എനർജീസ് ഉണ്ടെങ്കിൽ അതിനെ ഒരു പരിധിവരെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഫൈറ്റ് ചെയ്ത് നിൽക്കാനായിട്ട് സാധിക്കും ഈ ഒരു റീഡിങ് കാണുന്നതോട് കൂടി. അപ്പോൾ അതുകൊണ്ട് പോസിറ്റീവായിട്ട് ഇരിക്കാനായിട്ട് നോക്കുക. അതുപോലെ 3 ദിവസത്തിനുള്ളിൽ യൂണിവേഴ്സ് നിങ്ങളെ ഈ റീഡിംഗ് കാണിക്കുകയാണെങ്കിൽ പോലും ഇത് കംപ്ലീറ്റ് ആയിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. 2-3 പ്രാവശ്യം കാണുന്നത് വളരെ നല്ലതാണ്. അതുമാത്രമല്ല, ശത്രുക്കൾ ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാതെയായി പോവുകയും ഈ പേഴ്സൺ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ അടുത്ത് മിണ്ടാതെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇറങ്ങിപ്പോയിട്ടുള്ള സാഹചര്യമാണെങ്കിൽ അതിൻ്റെ കാരണങ്ങൾ എന്താണ് എന്നുള്ളതും ഈ റീഡിങ്ങിലൂടെ നിങ്ങൾക്ക് അറിയുവാൻ സാധിക്കും. ഓക്കെ, അപ്പം നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ക്ലിയർ ആയിരിക്കണം. നിങ്ങളുടെ പേഴ്സണെ വിചാരിച്ചുകൊണ്ടും നിങ്ങളുടെ ഇഷ്ട ദൈവത്തെയോ പ്രപഞ്ച ശക്തിയോ വിചാരിച്ചുകൊണ്ട് ഈ റീഡിംഗ് മുഴുവനായിട്ട് കാണണം. ഓക്കെ, അപ്പം നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. ഫസ്റ്റ് തന്നെ ഈ ഒരു കറന്റ് എനർജിയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, എന്താണ് ഈ പേഴ്സണ് സംഭവിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ഈ പേഴ്സണ് എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ അതെന്താണ് എന്നൊക്കെ നമുക്ക് നോക്കാം. യെസ്, ഫസ്റ്റ് തന്നെ കിട്ടിയിട്ടുള്ളത് കോൺഷ്യസ്നെസ് ആണ്. ഒരു മനസാക്ഷിയെ ഒക്കെ സൂചിപ്പിക്കുന്ന ഒരു എനർജി തന്നെയാണ്. പ്രസന്റ് ടവർ എന്ന് പറയുന്ന കാർഡാണ്. പക്ഷേ ഈ ഒരു കാർഡ് നമുക്ക് റിവേഴ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ പേഴ്സണ് വളരെയധികം ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ് നിങ്ങളോടുണ്ട്. അത് ഏത് തരത്തിൽ വെച്ച് നോക്കുകയാണെങ്കിലും നിങ്ങളോട് വളരെയധികം താല്പര്യമുള്ളതും നിങ്ങളോട് വളരെയധികം ഇഷ്ടമുള്ളതുമായിട്ടുള്ള ഒരു എനർജി തന്നെയാണ് ഈ പേഴ്സൺ ഉള്ളത്. പക്ഷെ അവിടെയും പല വ്യക്തികളും ഒരു നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷൻസിലേക്ക് കൊണ്ടുപോകാനാണ് ഈ വ്യക്തിയെ അന്നും ഇന്നും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ഈ റിലേഷൻഷിപ്പിൽ ശത്രുക്കളുള്ളത് ഈ റീഡിംഗ് കാണുന്ന നിങ്ങളുടെ എനർജിയിലല്ല, ഈ പേഴ്സന്റെ എനർജിയിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ശത്രുക്കളെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഈ പേഴ്സൺ ഓരോ പ്രാവശ്യവും നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ശ്രമിക്കും തോറും അതിനു വേണ്ടിയിട്ടുള്ള പ്രയത്നങ്ങൾ എടുക്കുകയും അതിനു വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുമെങ്കിൽ പോലും അതിശക്തമായിട്ടുള്ള ശത്രുക്കളാണ്, അല്ലെങ്കിൽ ശത്രുദോഷമാണ് ഈ വ്യക്തിയെ എഫക്റ്റ് ചെയ്തുകൊണ്ടിരുന്നിരുന്നത്. അത് അന്നും അങ്ങനെ തന്നെയാണ്, ഇന്നും ഈ ഒരു സിറ്റുവേഷനിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ റീഡിങ്ങിലൂടെ നിങ്ങൾക്ക് വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അതാദ്യം വിശ്വസിക്കുക. അപ്പൊ തീർച്ചയായിട്ടും ഈ പേഴ്സന്റെ എനർജിയിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താനായിട്ട് സ്വയം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ നിങ്ങളെ കാണണം എന്ന് വിചാരിക്കുമ്പോൾ ഓരോ സിറ്റുവേഷൻസ് നെഗറ്റീവായിട്ട് വരികയും ആ സിറ്റുവേഷൻസിനെ തട്ടിത്തെറിപ്പിക്കാനുള്ള എനർജി ഈ പേഴ്സണ് ഉണ്ടായിരുന്നില്ല എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, ഇപ്പൊ നിങ്ങളായിട്ട് നേരിട്ട് കാണണം എന്ന് ഈ പേഴ്സൺ തീരുമാനിക്കുകയാണ്, അങ്ങനെ വിചാരിച്ച് അതിന് വേണ്ടിയിട്ടുള്ള പ്ലാനിങ് എല്ലാം ആക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അവിടെ എന്തെങ്കിലും തടസ്സങ്ങൾ വരും. അപ്പോൾ ഈ പേഴ്സൺ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ആ തടസ്സങ്ങളെ മറികടക്കാനായിട്ട് ശ്രമിക്കാതെ ആ തടസ്സങ്ങളുടെ മുന്നിൽ തോറ്റ് മടങ്ങി പിന്തിരിഞ്ഞു പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓരോ സിറ്റുവേഷനിലും നിങ്ങൾ ഈ പേഴ്സന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയും ഈ പേഴ്സന് മോട്ടിവേഷൻ നൽകുകയും ഉപദേശിക്കുകയും ഒക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ട്. അതെല്ലാം മനസ്സിൽ ഉൾക്കൊണ്ട് തന്നെ ഈ പേഴ്സൺ അതിനനുസരിച്ച് പെരുമാറാനായിട്ടൊക്കെ തുടങ്ങും. പക്ഷെ എങ്കിൽ പോലും ഒരു ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയട്ടെ, ഈ പേഴ്സൺ ആ ഒരു തടസ്സങ്ങളെ മറികടക്കുവാനോ അല്ലെങ്കിൽ അതിനെ ബ്രേക്ക് ചെയ്യാനോ ശ്രമിച്ചിരുന്നില്ല എന്നാണ് കാണിക്കുന്നത്. കുറച്ചധികം പേടിയുള്ള ഒരു കൂട്ടത്തിലാണെന്നാണ് കാണിക്കുന്നത്. ഈ പേഴ്സണ് ചെറുതായിട്ട് മനസ്സിൽ ഒരു പേടിയുണ്ട്, അല്ലെങ്കിൽ ഈ തടസ്സത്തെ മറികടന്നു കഴിഞ്ഞാൽ അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് എന്തായിരിക്കും എന്നുള്ള കാര്യത്തിനെ കുറിച്ചിട്ടൊക്കെ ഈ പേഴ്സണ് വളരെയധികം പേടിയുള്ള ഒരു കൂട്ടത്തിലാണ്. അപ്പൊ തീർച്ചയായിട്ടും ചിലപ്പോൾ അത് കുഞ്ഞുനാളിൽ മുതൽ തൊട്ട് ഉള്ള ഒരു സ്വഭാവമായിരിക്കാം. എന്തെങ്കിലും ഒരു കാര്യം പറ്റാണ്ടായി കഴിഞ്ഞാൽ
അത് ഉപേക്ഷിച്ചിട്ട് പോകുക എന്നുള്ളത്. അത് തന്നെയാണ് ഈ പേഴ്സൺ ഈ റിലേഷൻഷിപ്പിലും ചെയ്തിട്ടുള്ളത്. പക്ഷേ ആ തടസ്സം എന്ന് പറയുന്നത് തീർത്തും ശത്രുക്കളുടെ ഭാഗത്ത് നിന്നായിരുന്നു എന്നുള്ളത് ഈ പേഴ്സൺ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. ആ ശത്രുക്കൾ എന്ന് പറയുന്നത് ഈ പേഴ്സന്റെ കൂടെയുള്ളവരും കൂടി ആയിരുന്നു എന്ന് കേൾക്കുമ്പോൾ ഈ പേഴ്സണ് ഒട്ടും തന്നെ വിശ്വസിക്കാൻ പറ്റാത്ത ഒരു രീതിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ എന്തൊക്കെയോ തിരിച്ചറിവുകൾ ഈ വ്യക്തിയിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളത് വളരെ ഒരു പ്രപഞ്ച സത്യമാണ്. അത് കൂടെയുള്ള വ്യക്തികൾ എങ്ങനെയുള്ളവരാണെന്നും അവർ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് കൊണ്ടുവരുന്നത് ആരാണ് എന്നൊക്കെയുള്ള തിരിച്ചറിവിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. പണ്ടെന്ന് പറയുന്നത് ഈ പേഴ്സണ് സ്വന്തമായി തന്നെ കുറെ നിബന്ധനകൾ ഉണ്ടായിരുന്നു. എനിക്ക് അത് ചെയ്യാൻ പറ്റും, എനിക്ക് ഇത് ചെയ്യാൻ പറ്റൂല, എനിക്ക് ഇന്ന സ്ഥലത്ത് പോകാൻ പറ്റും, ഇന്ന ആളെ കാണാൻ പറ്റില്ല, അങ്ങനെ എനിക്ക് പറ്റൂല, അങ്ങനെ കുറെ കണ്ടീഷൻസ് വെച്ചിട്ടാണ് ഈ പേഴ്സൺ മുന്നോട്ട് ജീവിച്ച് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പൊ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ കണ്ടീഷൻസ് എല്ലാം തന്നെ എടുത്തു മാറ്റിക്കളയുകയും എന്നെ കൊണ്ടെല്ലാം സാധിക്കും, എന്നെ കൊണ്ടെല്ലാം തന്നെ സാധ്യമാക്കി എടുക്കാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഒരു കാർഡ് നേരെ വരുമ്പോൾ എന്ന് പറയുന്നത് കൺട്രോളിങ് എനർജിയാണ്. കാരണം അത്രയും വൈൽഡ് ആയിട്ടുള്ള ആനിമൽസ് ആണ് സിംഹം, അതുപോലെ തന്നെ പുലി എന്ന് പറയുന്നത്, ടൈഗർ, ലയൺ എന്ന് പറയുന്നത് അത്രയും വൈൽഡ് ആയിട്ടുള്ള ഒരു ആനിമൽ ആണ് അല്ലേ. നമ്മളെയൊക്കെ കൈ കിട്ടിക്കഴിഞ്ഞാല് പിന്നെ കഷ്ണമാക്കി എടുക്കും അല്ലെ, ഫുഡാക്കി എടുക്കും അവരുടെ. അപ്പോൾ ഈ ഒരു ആനിമലിനെയാണ് ഈ പേഴ്സൺ പിടിച്ചുകൊണ്ട് കൺട്രോൾ ചെയ്ത് നിർത്തിയിട്ടുള്ളത്. പക്ഷെ ഈ ഒരു കാർഡ് നമുക്ക് റിവേഴ്സ് വരുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു കൺട്രോളിങ് എനർജി മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ പേഴ്സൺ ഒരു റണ്ണിങ് എനർജിയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് കാണിക്കുന്നത്. ആ നെക്സ്റ്റ് എനർജി നോക്കുകയാണെങ്കിൽ ഇവിടെ എന്താണ് ഏറ്റവും കൂടുതൽ ഈ റിലേഷൻഷിപ്പിൽ സംഭവിച്ചിട്ടുള്ളത് എന്ന് നോക്കാം. മൂവ്മെന്റ്, ചോയ്സസ് ആൻഡ് ഡിസിഷൻസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്ന. ഒരു പേഴ്സൺ ഇവിടെ നിൽക്കുന്നുണ്ട്. ഇവിടെ ഓരോ ഓപ്ഷൻസ് ആണ്. നമുക്ക് 5 വാതിലുകൾ കാണാനായിട്ട് സാധിക്കുന്നു അല്ലേ. 1, 2, 3, 4, 5. ഈ ഓരോ വാതിലുകളിലും ഓരോ ഓഫറിങ്സ് ആണ്. ഇപ്പോൾ ഓരോ വാതിലിലും എനിക്ക് സ്വർണ്ണ നാണയം, മോതിരം, പിന്നെ ഇതെന്താന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ ഓരോ വാതിലുകളിലും ഓരോ കാര്യങ്ങളായിട്ടാണ് ഈ പേഴ്സണെ ഈ പേഴ്സണെ മയക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ പേഴ്സണെ നിങ്ങളിൽ നിന്നും ഡയറക്ഷൻ തെറ്റിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ പേഴ്സന്റെ ഒരു നിമിഷം ഈ പേഴ്സന്റെ മനസ്സ് മാറിപ്പോയതായിട്ട് കാണിക്കുന്നു. അത് നമുക്കിവിടെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ അത് ഈ പേഴ്സണെ മാത്രം കുറ്റം പറയാനായിട്ട് നമ്മളെ കൊണ്ട് പറ്റില്ല. കാരണം ഏതോ ഒരു നിമിഷത്തിൽ, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുള്ള ഏതോ ഒരു സാഹചര്യത്തിൽ ഈ വ്യക്തി അങ്ങനെ പെട്ടുപോയതായിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, അതൊരു പക്ഷേ ഈ പേഴ്സൺ ഒരുപക്ഷെ അങ്ങനെ നിൽക്കേണ്ടി വന്നിട്ടുണ്ടാകാം, മറ്റാരെങ്കിലും ആശ്രയിച്ച് നിൽക്കേണ്ടി വന്നിട്ടുള്ള ഒരു സാഹചര്യം വന്നിട്ടുണ്ടാകാം, മറ്റ് വ്യക്തികളെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാകാം. ഇങ്ങനത്തെ അത് ചിലപ്പോൾ ഒരുപക്ഷെ സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വന്നപ്പോൾ മറ്റാരെങ്കിലും പറയുന്നത് അനുസരിക്കുകയോ അവർ പറയുന്നത് കേൾക്കുകയോ ചെയ്യേണ്ടി വന്നിട്ടുണ്ടാകാം. ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെയും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അറ്റ് ദ സെയിം ടൈം ഈ റിലേഷൻഷിപ്പിൽ ഈ റീഡിംഗ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് വളരെയധികം അസൂയ, കുശുമ്പ്, അല്ലെങ്കിൽ നിങ്ങളും ഈ പേഴ്സണ് തമ്മിൽ ഒന്നിക്കരുത്, അല്ലെങ്കിൽ നിങ്ങൾ ഈ പേഴ്സന്റെ ഭാര്യയായിട്ടോ ഭർത്താവായിട്ടോ ലവറായിട്ടോ വരരുത് എന്നുള്ള രീതിയിൽ അങ്ങനെ ചിന്തിക്കുന്ന വ്യക്തികളുടെ എനർജിയുമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്നത്. ഓക്കെ, അപ്പോൾ ശത്രുദോഷമുണ്ട്, ശത്രുക്കളുണ്ട്. പക്ഷേ ഈ റീഡിംഗ് കാണുന്നതോടുകൂടി അവരുടെ എനർജിക്ക് മാറ്റങ്ങൾ വരുന്നതായിരിക്കും. നിങ്ങൾ അത്രയും ആത്മാർത്ഥതയോടുകൂടി കാണാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ കൂടുതലും ഈ പേഴ്സണെ ഓരോ കാര്യങ്ങൾ കാണിച്ച് ആ ഒരു കംഫർട്ട് സോണിൽ നിന്നും, അല്ലെങ്കിൽ നിങ്ങളുടെ കൈകളിൽ ഭദ്രമായിട്ട് ഇരുന്നിരുന്ന് ഈ പേഴ്സണെ വഴി തെളിയിച്ച്, അല്ലെങ്കിൽ വഴി തെറ്റിച്ച് വിട്ടതായിട്ടാണ് കാണിക്കുന്നത്. അത് പുറത്തു നിന്നുള്ള ആ ഒരു ഫോഴ്സിങ്ങോട് കൂടി തന്നെയാണ്. ആ സെയിം എനർജി തന്നെ നോക്കുകയാണെങ്കിൽ ഇംപെർഫെക്ഷൻസ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ റിലേഷൻഷിപ്പിൽ നിങ്ങളും ഈ പേഴ്സണും തമ്മിലുള്ള ഈ ഒരു പ്രണയബന്ധത്തിൽ ഒരുപാട് ചേരായികകൾ ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. അതൊരു പക്ഷേ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇടയിൽ ഉള്ള ഒരു ചിന്തയായിരിക്കാം. അതല്ല എങ്കിൽ ഈ സമൂഹത്തിൽ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ രണ്ടുപേരും വളരെയധികം ഒരുപാട് കാര്യങ്ങളിൽ വ്യത്യസ്തരായിട്ടുള്ള ആൾക്കാരായിരിക്കാം. അതിപ്പോ എന്താ പറയുക, വിശ്വാസപരമായിട്ടാണെങ്കിലും പിന്നെന്താ പറയുക, കാസ്റ്റ് സംബന്ധമായിട്ടാണെങ്കിലും, ജീവിച്ചു വന്ന രീതി, സാമ്പത്തിക സ്ഥിതി, ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലാണെങ്കിലും, അതുപോലെ നിങ്ങളുടെ രണ്ടുപേരുടെ ജീവിത ശൈലികള്,
ചിലപ്പോൾ വ്യത്യസ്ത രാജ്യങ്ങളായിരിക്കാം, ചിലപ്പോൾ ഇത് ഫോറിൻ ആയിട്ടുള്ള വ്യക്തിയായിരിക്കാം. അങ്ങനെ ഒരുപാട് ഇംപെർഫെക്ഷൻസ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷെ എത്ര ആത്മാർത്ഥ പ്രണയമാണെങ്കിൽ അവിടെ എല്ലാ ഇംപെർഫെക്ഷൻസ് എന്ന് പറയുമ്പോൾ ചേരാത്ത കുറെ കാര്യങ്ങൾ, ആ ചേരാത്ത കുറെ കാര്യങ്ങളെ ചേർത്ത് വെക്കാനായിട്ട് പറ്റും അവിടെ ആത്മാർത്ഥ സ്നേഹമുണ്ടെങ്കിൽ മാത്രം. അപ്പോൾ ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം കൊണ്ടാണ് നിങ്ങൾ രണ്ടുപേരും എല്ലാ ഇംപെർഫെക്ഷൻസും മാറ്റി വെച്ചിട്ട് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള കപ്പിൾസിലേക്ക് വരാനായിട്ട് നോക്കിയത്. പക്ഷേ നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ആ നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള ഇൻസെക്യൂരിറ്റി അല്ലെങ്കിൽ ചേരായികകൾ, അതിനെയാണ് മറ്റുള്ളവർ മുതലെടുത്തത്, ശത്രുക്കൾ മുതലെടുത്തത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഈ പേഴ്സൺ വേറെ റിലീജിയനിലുള്ള വ്യക്തിയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ശത്രുസ്ഥാനത്ത് നിൽക്കുന്ന ആൾക്കാര് അതൊരു ആയുധമാക്കി എടുക്കുക. ഓക്കെ, റിലീജിയൻ എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഒരു ആയുധമാക്കി എടുക്കുക. ദെൻ അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ഇംപെർഫെക്ഷൻസ് കൊണ്ടുവരിക, അല്ലെങ്കിൽ അതിലൂടെ പല എന്താ പറയുക നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുവരിക. ഓക്കെ, ഇങ്ങനത്തെ സിറ്റുവേഷനാണ്. അപ്പോൾ ഇതും ഒരു പരിധിവരെ ഒരു കാരണം തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് എന്തൊക്കെയോ കാര്യങ്ങളിൽ എന്താ പറയുക, നിങ്ങൾക്കാണെങ്കിലും ഈ പേഴ്സൺ ആണെങ്കിലും കൃത്യമായിട്ടുള്ളൊരു ഉത്തരമില്ല. ഓക്കെ, കാരണം ആ ഒരു കാര്യത്തിൽ അതങ്ങനെ തന്നെയാണ്. ഇപ്പൊ ഡിഫറെന്റ് റിലീജിയൻ ആണെങ്കിൽ അത് അങ്ങനെ തന്നെയാണ്. സാമ്പത്തികപരമായിട്ടാണെങ്കിലും ഒരാൾ വളരെയധികം റിച്ച് ആയിരിക്കാം, മറ്റൊരാൾ കുറച്ച് മിഡിൽ ക്ലാസ് ആയിരിക്കാം, അല്ലെങ്കിൽ ബിലോ മിഡിൽ ക്ലാസ് ആയിരിക്കാം. സോ അതൊരു ഫാക്ടറാണ് സമൂഹത്തിലേക്ക് വരുമ്പോൾ. പ്രണയത്തിന്റെ മുന്നിൽ അതൊരു കാര്യമേ അല്ല, അതൊരു വിഷയമേ അല്ല. പക്ഷെ സമൂഹത്തിന്റെ മുന്നിൽ അല്ലെങ്കിൽ ശത്രുക്കളുടെ ആ ഒരു ഇതിൽ വെച്ച് നോക്കുമ്പോൾ അതൊരു പ്രധാനപ്പെട്ട ഫാക്ടർ തന്നെയാണ്. അപ്പോൾ അത് തന്നെയാണ് ഇവര് മുതലെടുത്തിട്ടുള്ളതും മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടുള്ളതും. ഓക്കെ, ആൻഡ് ഓൾസോ യെസ്, ട്രൂത്ത് ആണ്. അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണകളാണ് ഏറ്റവും കൂടുതൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ഒരുപക്ഷെ അങ്ങനെ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ ഭാഗത്തു നിന്നും ഒരുപാട് തെറ്റായിട്ടുള്ള ഇൻഫോർമേഷൻ ഈ പേഴ്സണ് കിട്ടിയിട്ടുണ്ട്. ഈ പേഴ്സണെ കുറിച്ചിട്ടാണെങ്കിലും നിങ്ങൾക്കും ഒരുപാട് റോങ് ഇൻഫോർമേഷൻസ് കിട്ടിയിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു യഥാർത്ഥ സത്യമാണ് വരാനായിട്ട് പോകുന്നത്. യഥാർത്ഥ സത്യം എന്ന് പറയുമ്പോൾ സത്യമായിട്ടുള്ള കാര്യങ്ങൾ എന്താ പറയാ ഇപ്പോഴും പുറത്തേക്ക് വന്നിട്ടില്ല. അത് ഒരു മറവിൽ നിൽക്കുകയാണ്. അത് പുറത്തേക്ക് വരുമ്പോഴായിരിക്കും ഇതിന് കൂടുതൽ ഒരു ക്ലാരിഫിക്കേഷൻ നടത്തുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ പേഴ്സൺ ഇവിടെ നിൽക്കുന്നത് കാണാം. നമുക്ക് ഈ ഒരു ബാക്ക് വശം മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. ഈ പേഴ്സന്റെ ഫേസോ അല്ലെങ്കിൽ ഈ വ്യക്തി ആരാണെന്നോ എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയുന്നില്ല. അത് തീർത്തും ഒരു മറഞ്ഞു കിടക്കുന്ന സത്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. സത്യം എപ്പോഴും അറിയാലോ, മറഞ്ഞു കിടക്കത്തേ ഉള്ളൂ. അത് അവസാനം ക്ലൈമാക്സ് ആവുമ്പോഴായിരിക്കും പുറത്തേക്ക് വരുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു എനർജിയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. നിങ്ങൾ കണ്ടതും കേട്ടതും മാത്രമല്ല, ഇനിയും ഒരുപാട് ഇൻഫോർമേഷൻസ് നിങ്ങളിലേക്ക് എത്തിച്ചേരാനായിട്ടുണ്ട് അബൌട്ട് ദിസ് റിലേഷൻഷിപ്പ് ആൻഡ് ദിസ് പേഴ്സൺ. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് തീർത്തും കാണാനായിട്ട് കഴിയുന്നു. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ യെസ്, ഈ പേഴ്സൺ പല പ്രാവശ്യവും നോ കോണ്ടാക്ട് അല്ലെങ്കിൽ ബ്രേക്കപ്പ് സിറ്റുവേഷൻ, ആ ഒരു സാഹചര്യം എന്തായാലും മാറ്റിമറിക്കണമെന്ന് അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ മാറ്റണമെന്ന് ചിന്തിക്കുമ്പോൾ പോലും അവിടെ ഒരു തടസ്സങ്ങൾ തന്നെയാണ്, ചാലഞ്ചിങ് സിറ്റുവേഷൻസ് ആണ് ഈ വ്യക്തി ഏറ്റവും കൂടുതൽ എന്താണ് വേട്ടയാടിക്കൊണ്ടിരുന്നത് അല്ലെങ്കിൽ ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. ഈ പേഴ്സൺ പല രീതിയിൽ, കാരണം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ പേഴ്സൺ നല്ല രീതിയിൽ തന്നെ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഇല്ലാന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകാം ഈ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു കാര്യവും ചെയ്തിട്ടില്ല, ശ്രമിച്ചിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഡെഡിക്കേറ്റഡ് അല്ല എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാകാം. പക്ഷെ ഒരിക്കലും അങ്ങനെയല്ല. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ പേഴ്സൺ ശ്രമിച്ചിട്ടുണ്ട്. ഓക്കെ, പക്ഷെ ഓരോ ശ്രമത്തിലും നമുക്കിവിടെ കാണാൻ കഴിയുന്നത് തടസ്സങ്ങളാണ്. ഈ പേഴ്സൺ ഒരു വഴിയിലൂടെ സഞ്ചരിക്കാൻ നോക്കുമ്പോൾ പോലും അവിടെയും ബ്രേക്കിംഗ് സിറ്റുവേഷൻസ് ആണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇത് നാച്ചുറലി ഉണ്ടാകുന്നതല്ല, മറ്റുള്ളവർ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഈ പേഴ്സണ് പിന്നെ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പറ്റുന്നത്? പറ്റില്ല. പക്ഷെ ഇതാരാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് പോലും ഈ പേഴ്സണ് മനസ്സിലാക്കാനും പറ്റുന്നില്ല. അത് മറ്റൊരു പരിതാപകരമായ ഒരു അവസ്ഥയും കൂടിയാണ് അല്ലേ? അപ്പൊ തീർച്ചയായിട്ടും ഈ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്, ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ആ വഴികളെല്ലാം എന്താണ് മൂടപ്പെട്ടു പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ എങ്കിൽ പോലും ഈ പേഴ്സണ് മാറ്റങ്ങൾ വരുന്നുണ്ട്. ആൻഡ് ഓൾസോ ഈ റീഡിങ് ഇതിൽ ലഭിക്കുന്ന പോസിറ്റീവായിട്ടുള്ള എനർജീസ് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ ക്ലെയിം ചെയ്യുക. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾക്ക് ഒരു ഏഞ്ചൽ ഗൈഡൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം.
ലീഡർഷിപ്പ് ആണ്, സെറ്റ് യുവർ ഗോൾസ് ആണ്. തീർച്ചയായിട്ടും ഏഞ്ചൽസ് പറയുന്നത് വളരെ ധൈര്യപൂർവ്വം നിങ്ങളോട് മുന്നോട്ട് പോകാൻ തന്നെയാണ്. കാരണം യാതൊരു കാരണവശാലും നിങ്ങൾ പിന്നിലേക്ക് പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾ വളരെ ധൈര്യപൂർവ്വം മുന്നോട്ട് തന്നെ പോവുക. ഏഞ്ചൽസ് ഇവിടെ നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളിപ്പോൾ ഇത്രയും കാലം മറ്റുള്ളവരുടെ പുറകെ ആയിരിക്കാം സ്നേഹത്തിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ സന്തോഷിക്കാൻ വേണ്ടിയിട്ടും സൗഹൃദത്തിന് വേണ്ടിയിട്ടൊക്കെ പുറകെ നടന്നിട്ടുണ്ടാകുന്നത്. നിങ്ങൾ യാചനയാണ് മറ്റുള്ളവരോട് ചെയ്തുകൊണ്ടിരുന്നത്. ഈവൻ ഈ പേഴ്സണോടാണെങ്കിൽ പോലും നിങ്ങൾ ഈ പേഴ്സണോടാണെങ്കിൽ പോലും നിങ്ങൾ യാചിക്കുകയാണ്, റിക്വസ്റ്റ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇവിടെ ഇപ്പോൾ ഇനി ഏഞ്ചൽസ് പറയുന്നത്, നിങ്ങളൊരു ലീഡർഷിപ്പ് ക്വാളിറ്റിയിലേക്ക് എത്തിച്ചേരാനായിട്ട് പോകുന്നു. ഓക്കെ, ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി, അതിലേക്ക് നിങ്ങൾ എത്തിച്ചേരാനായിട്ട് പോകുന്നു. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എന്താണോ അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്താണോ അതെല്ലാം തന്നെ ഒരു പേപ്പറിൽ കുറിച്ച് വെക്കുക, എഴുതി വെക്കുക. അത് എഴുതി വെച്ചിട്ട് കണ്ണാടിയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ മുറിയിൽ സ്ഥിരം കാണുന്ന എവിടെയെന്ന് വെച്ചാൽ ഒട്ടിച്ചു വെക്കുക. എന്നിട്ട് നിങ്ങൾ അത് ഡെയിലി വായിക്കാനായിട്ട് നോക്കുക. കാരണം സെറ്റ് യുവർ ഗോൾസ് ആണ്. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാം തന്നെ പോയിന്റ് ആയിട്ട് എഴുതി വെച്ചിട്ട് നിങ്ങൾ എപ്പോഴും കാണുന്ന സ്ഥലത്ത് ഒട്ടിച്ചു വെക്കുക. അത് നിങ്ങളെ വളരെ പെട്ടെന്ന് തന്നെ ഈ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് തന്നെ നിങ്ങൾ എല്ലാവരെയും കൺട്രോൾ ചെയ്യുന്ന ഒരു ലീഡറായി മാറും. ലീഡർഷിപ്പ് ക്വാളിറ്റിയിലേക്കാണ് നിങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതിനു വേണ്ടിയിട്ട് ഏഞ്ചൽസ് നല്ല രീതിയിൽ നിങ്ങളെ സംരക്ഷിക്കും എന്നാണ് കാണിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ എനർജി ഇത്രയും കാലം റിക്വസ്റ്റിംഗ് ആണെങ്കിൽ മറ്റുള്ളവരോട് സഹതപിച്ചും അല്ലെങ്കിൽ എന്താ പറയുക മറ്റുള്ളവരോട് റിക്വസ്റ്റ് ചെയ്തും നടന്നുകൊണ്ടിരുന്ന എനർജി ആണെങ്കിൽ അത് കംപ്ലീറ്റ്ലി ഒരു ലീഡർഷിപ്പിലേക്ക് പോകുന്നു. ഇതിന്റെ ഓവറോൾ എനർജി എന്താണെന്ന് നമുക്ക് നോക്കാം. സ്പാർക്ക് ആണ് കിട്ടിയിട്ടുള്ളത്. കീപ് ദ സ്പാർക്ക് ഫ്ലൈയിങ്, സർപ്രൈസ് ഈച്ച് അതർ വിത്ത് ഗസ്റ്റർ ഓഫ് ലവ്. തീർച്ചയായിട്ടും നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള ആ ഒരു ആദ്യത്തെ കണ്ട നാൾ മുതൽ തൊട്ട് തന്നെയുള്ള നിങ്ങളുടെ ആ ഒരു ആകർഷണം അല്ലെങ്കിൽ ആ ഒരു സ്പാർക്ക്, അത് മനസ്സിലൊരു മിന്നലാണ് അല്ലേ. അതായത് ഒരു കാര്യം നമ്മൾക്ക് അതിമനോഹരമായിട്ടുള്ള ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ അതിന്റെ സൗന്ദര്യം എപ്പോഴും നമ്മുടെ മനസ്സിൽ നിലനിൽക്കുക തന്നെ ചെയ്യും അല്ലേ. ആ ഒരു സെയിം എനർജിയാണ് ഈ റിലേഷൻഷിപ്പിലും എനിക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അത് അതേ മനോഹാരിതയിൽ തന്നെ നിങ്ങളിലേക്ക് പൂർവാധികം ശക്തിയോട് കൂടി വന്നു ചേരുന്നതായിരിക്കും. ബിക്കോസ് അത് ഒരുപാട് സർപ്രൈസിലൂടെ ആയിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സിറ്റുവേഷനിലൂടെയൊക്കെ ആയിരിക്കാം നിങ്ങളുടെ ലൈഫിലേക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് കടന്നു വരുന്നത്. ഓക്കെ, ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഇനി കുറച്ച് ക്ലൂസും കൂടി എടുത്തിട്ട് നമ്മൾക്ക് ഇത് വൈൻഡ് അപ്പ് ചെയ്യാം. യെസ്, നമുക്ക് നോക്കാം. അനിഴം നാള് കിട്ടിയിട്ടുണ്ട്. 555 ഏഞ്ചൽ നമ്പർ ആണ്. അത് നിങ്ങൾ ഒരുപക്ഷെ കാണുന്നുണ്ടാകാം. 1010 ഏഞ്ചൽ നമ്പർ ആണ്. ചോതി നാള്, ഉത്രാടം, 111 ഏഞ്ചൽ നമ്പർ, പൂരിരുട്ടാതി, 222, 144, 44, 1111, 666 and 1221 മിറർ നമ്പർ ആണ്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതൊക്കെ നിങ്ങൾ ഒരുപക്ഷെ ഡെയിലി കാണുന്നുണ്ടാകാം. ഇത്രയും നാളുകാരൊക്കെ ഈ ഒരു റീഡിംഗ് കണ്ടിട്ടുണ്ടാകാം. അപ്പോൾ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. സ്പിരിച്വൽ ജേർണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പോസിറ്റീവായിട്ട് പറയുക. ആൻഡ് ഓൾസോ പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് ഡിസ്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഡിസ്കൗണ്ട് ചാർട്ട് ഇപ്പോൾ പണ്ടത്തെ പോലെ യൂട്യൂബിൽ കാണിക്കുന്നില്ല ഞാൻ. ഇപ്പോൾ ഡിസ്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പേഴ്സണൽ റീഡിംഗ് ഡിസ്കൗണ്ട് റേറ്റിൽ വേണ്ട ആൾക്കാർക്ക് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക. സോ ബൈ.